ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ ഡെയിലി മന്ന എന്ന വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ഒരു അവസരം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനത്തിൽ നിന്നാണ്. 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് വായിക്കുന്നത്. താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇംഗ്ലീഷിൽ അതിന് ഹോപ്പ് എഗൻസ്റ്റ് ഹോപ്പ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ആശിക്കാനായിട്ട് യാതൊരു സാഹചര്യവുമില്ല. എല്ലാ സാഹചര്യങ്ങളും എതിരായി നിൽക്കുകയാണ്. എന്നാൽ ആ സിറ്റുവേഷൻ എതിരായിട്ട് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അതായത് ദൈവമാണ് അബ്രഹാമിനോട് പറഞ്ഞത്, നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന്. അപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയോ തൻ്റെ പ്രായാധിക്യമോ തൻ്റെ ഭാര്യയുടെ പ്രായാധിക്യമോ ഇതൊന്നും താൻ കണക്കിടാതെ ആ സാഹചര്യത്തെയൊക്കെ അതിജീവിച്ച് കർത്താവ് പറഞ്ഞതാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കി താൻ ആശയോടെ ദൈവത്തിൽ പ്രത്യാശ വെച്ചു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളുണ്ട്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത പല സാഹചര്യങ്ങളുണ്ട്. നമ്മളെ പലപ്പോഴും ദുഃഖിപ്പിക്കുന്ന പല സാഹചര്യങ്ങൾ, അവസരങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാം. എങ്കിൽ തന്നെയും നാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ദൈവം അഥവാ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നമുക്ക് സാധിപ്പിച്ചു തരും എന്നുള്ളതാണ്. സാഹചര്യങ്ങളെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സാഹചര്യങ്ങളെയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച്, കർത്താവെ, നിൻ്റെ വാഗ്ദത്ത പ്രകാരം നിൻ്റെ വാഗ്ദത്തം എന്നിൽ നിറവേറ്റണമേ എന്ന് നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് സാധിപ്പിച്ചു തരും. ഏത് സാഹചര്യമാണെങ്കിലും അതിനെയൊക്കെയും നമുക്ക് നന്മയ്ക്കാക്കി തീർക്കാൻ കർത്താവിന് കഴിയും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു അനേക വർഷങ്ങൾ താൻ മക്കളില്ലാതെ ഭാരപ്പെട്ടു. വാഗ്ദത്ത ദേശത്തേക്ക് താൻ പുറപ്പെട്ടത് തന്നെ കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് വളരെയധികം പ്രത്യാശയോടെ താൻ ജീവിച്ചു എന്നാണ്. എന്നാൽ മാനുഷികമായി ചിലപ്പോഴൊക്കെയും അദ്ദേഹത്തിന് വിഷമമുണ്ടായിട്ടുണ്ട്. വിഷമമുണ്ടായപ്പോഴൊക്കെയും വീണ്ടും തന്നെ തൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയായിരുന്നു. കാരണം പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, എനിക്ക് മക്കളില്ലല്ലോ, ഈ എൻ്റെ ദാസനായിരിക്കുമല്ലോ എൻ്റെ അനന്തരാവകാശി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഞാനാണ് നിൻ്റെ പ്രതിഫലം. നിൻ്റെ പ്രതിഫലം നിശ്ചയിക്കുന്നവനും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ വക സാഹചര്യങ്ങളെയോ പ്രയാസങ്ങളെയോ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെയോ ഓർത്ത് നീ ഭയപ്പെടേണ്ട. ഞാനാണ് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് നിനക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞ് നിനക്ക് പേര് മാറ്റിയിട്ടവൻ ഞാനാണെങ്കിൽ, അബ്രഹാം ബഹുജാതികളുടെ പിതാവെന്ന് ഞാൻ നിനക്ക് പേരിട്ടുവെങ്കിൽ ഞാൻ നിന്നെ അങ്ങനെ തന്നെ ആക്കി തീർക്കും എന്ന് കർത്താവ് ഉറപ്പിച്ച് അബ്രഹാമിനോട് പറഞ്ഞു. ദൈവമക്കളെ, ഇത് തന്നെയാണ് കർത്താവ് നമ്മോടും സംസാരിക്കുന്നത്. അനേക വാഗ്ദത്തങ്ങളുണ്ട് ദൈവമക്കൾക്കായിട്ടുള്ളത്.
ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ കർത്താവിനറിയാം. നാം ചോദിക്കുന്നതിന് മുൻപേ അത് കർത്താവിനറിയാം. എങ്കിൽ തന്നെയും നാം അത് ചോദിക്കണമെന്നും നാം അതിൽ പ്രത്യാശ വയ്ക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതായത് ബർത്തീമിയായ കുരുടനാണല്ലേ, കണ്ണ് കാണുകയില്ലെന്ന് കർത്താവിന് അറിയാമായിരുന്നു. എങ്കിൽ തന്നെയും ബർത്തീമായോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പം ബർത്തീമായി പറയുന്നു, കർത്താവേ, എനിക്ക് കാണണം, എൻ്റെ ആവശ്യം ഇതാ. അപ്പം നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആവശ്യങ്ങളെ പൗലോസ് പറഞ്ഞതുപോലെ സ്തോത്രത്തോടെ തൻ്റെ സന്നിധിയിൽ വയ്ക്കുക. ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുക. ഇതാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. പത്രോസ് അപ്പോസ്തലനാണെങ്കിൽ തന്നെയും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തനിക്ക് വെള്ളത്തിന്മീതെ നടക്കുവാനുള്ള ശക്തി ലഭിച്ചു. എന്നാൽ ആ സാഹചര്യങ്ങളിലേക്ക് നോക്കി, തിരമാലകളെ നോക്കിയപ്പോൾ തനിക്ക് തൻ്റെ ധൈര്യം ചോർന്നു പോയതായിട്ട് മനസ്സിലാക്കുന്നു. ദൈവമക്കളെ, നാം സാഹചര്യങ്ങളെ അല്ല നോക്കേണ്ടത്. നമ്മെ ശക്തീകരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമുക്കായി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് നന്മയ്ക്കാക്കി തീർക്കുവാൻ കർത്താവ് നമുക്കായി ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. പ്രൈസ് ദി ലോർഡ്.